എന്നെ സംബന്ധിച്ച് ഈ ബജറ്റ് ആശാവഹമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഈ ബജറ്റ് എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ക്ഷേമ പദ്ധതികൾ നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ നിന്നുകൊണ്ട് ബജറ്റിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇക്കാര്യത്തിലൊക്കെ ആശങ്കകളുള്ളപ്പോഴും ഈ ബജറ്റ് ഒരു ഫോർവേഡ് ലുക്കിംഗ് ബജറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു അടിത്തറ പാകലാണ്. അത് സ്വാഭാവികമായും ഒരു നയവ്യതിയാനത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ആ നയവ്യതിയാനം എന്ന് പറയുന്നത്? ആ നയവ്യതിയാനം എന്ന് പറയുന്നത് സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വകാര്യ പങ്കാളിത്തത്തോട് എപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്നൊരു സമീപനം നമുക്കുണ്ട്. ആ സമീപനത്തിൽ നിന്നൊരു മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യം CPM-നെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടാകുന്നത് നല്ലതാണ്. സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ മോശപ്പെട്ട വശങ്ങളെ ചെക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് പുരോഗതിയുടെ ഒരു പാത പുതുതായി നിർമ്മിക്കാനും കഴിയും. ഇപ്പോൾ കേരളം അതിന് പാകമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ സ്വകാര്യ പങ്കാളിത്തത്തിന്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ എല്ലാ മേഖലകളും ഈ ബജറ്റിൽ എടുത്തു നോക്കിയാൽ ടൂറിസം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാ കായിക മേഖല, മെഡിക്കൽ മേഖല, ആരോഗ്യരംഗം, ഈ രംഗങ്ങളിലൊക്കെ നമ്മൾ വാതിൽ തുറന്നിടുകയാണ് സ്വകാര്യ പങ്കാളിത്തത്തിന് വേണ്ടി. കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഒരു പുരോഗതിയുടെ സൂചകമായി ഞാൻ കാണുന്നത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ സംഭവിക്കുന്ന വികാസമാണ്. പശ്ചാത്തല സൗകര്യ മേഖലയിൽ സംഭവിക്കുന്ന വികാസമാണ്. നമുക്ക് നമ്മുടെ ദേശീയപാത വികസനം ഒരു നല്ല ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ മലയോര പാത വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ തീരദേശ പാത വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു, നമുക്ക് വാട്ടർ മെട്രോ വികസിച്ചു വരുന്നു, നമ്മളുടെ കൊച്ചി മെട്രോ ഇപ്പോൾ തന്നെ സജീവമായിരിക്കുന്നു, തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകൾ വരാൻ പോകുന്നു. ഇത്തരത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിച്ചു വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ പറയുന്ന ഇന്നീ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് സോൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ചൈന ഡെവലപ്മെൻറ്റ്. അതെ, അതിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണമായി ഈ ബജറ്റ് പറയുന്നത് നിശ്ചയമായും വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം ഒരു ഡെവലപ്മെൻറ്റ് സോണാണ്. നമുക്ക് വലിയ മാരിടൈം എക്കണോമി ഉണ്ടാക്കാൻ കഴിയുമെന്നേ. നമുക്ക് ഈ ഒരു കടലിൻ്റെ ഒരു അനുഗ്രഹമുള്ള ജനത എന്നുള്ള നിലയ്ക്ക് കടലുമായി ബന്ധപ്പെട്ട് വലിയൊരു സമ്പദ് വ്യവസ്ഥ ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വലിയ വികസനം ഉണ്ടാകുന്നൊരു ഹബ്ബായിട്ട് അത് വികസിച്ചു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൂറിസം മേഖലയിൽ വലിയ സ്വകാര്യ പങ്കാളിത്തം വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക് വാതിൽ തുറന്നിടുന്ന രീതിയിൽ നമ്മുടെ സമ്പത്തിനെ, ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയെ ഒരു പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനുള്ള തുടക്കമായിട്ട് ഞാൻ ഈ ബജറ്റിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ആശാവഹമാണെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം. ഇപ്പോൾ നമ്മൾ ഈ നയവ്യതിയാനം എന്ന് പറയുമ്പോൾ CPM-ൻ്റെ ഈ നയവ്യതിയാനത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല എന്ന് നമ്മൾ ആദ്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ കേരളയിൽ പോലൊരു പദ്ധതി CPM ആവിഷ്കരിക്കുമ്പം CPM-ൻ്റെ ഒരു പ്രശ്നം എന്താ? ഇപ്പോൾ ഒരുപാട് ആളുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണല്ലോ അത്. അതുപോലെ തന്നെ നമ്മുടെ വയലുകൾ നശിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. കേരളയിൽ അതിശക്തമായി മുന്നോട്ട് വെച്ച ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. കർഷക സംഘം എതിർത്തതായിരുന്നു, അതിശക്തമായ എതിർപ്പാണ് കേരളയിൽ പദ്ധതിയോട് കർഷക സംഘം എടുത്ത നിലപാടതായിരുന്നു. എന്നിട്ട് കർഷക സംഘത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിക്ക് അതിനനുകൂലമായി പ്രമേയം പാസ്സാക്കേണ്ടി വന്നു. അപ്പോൾ ആ രീതിയിൽ കേരളയിൽ പോലൊരു പരിപാടി കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെ ആലോചിക്കുന്നു CPM എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറി വളരെ ഷോർട്ടായി പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ 2022 മാർച്ചിലാണ് എറണാകുളത്ത് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഞാൻ പറയുന്നത് 2022 മാർച്ചിൽ. അന്ന് ഏറ്റവും വലിയ വിവാദം എന്തായിരുന്നു? പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള വികസന രേഖ എന്നതായിരുന്നു. നവകേരള വികസന രേഖയിൽ പിണറായി വിജയൻ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകണം, വിദേശ സർവകലാശാലകൾ വരണം. അത് വലിയ വിവാദമായിട്ട് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും എല്ലാ മാധ്യമങ്ങളും അക്കാലത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. അതായത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് അടിപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്, അത് നികേഷ് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, ആ നയവികസന രേഖ എന്ന് പറയുന്നത്. അന്ന് ഈ പറയുന്ന സീതാറാം യെച്ചൂരിയുമായിട്ട് മാതൃഭൂമി ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ ഇങ്ങനെ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള വികസന രേഖ CPM-ൻ്റെ ഇതുവരെയുള്ള നയപരിപാടികളിൽ നിന്നുള്ള വ്യതിചലനമല്ലേ എന്നാണ് ചോദ്യം. ഈ വീക്ഷണത്തോട് യോജിക്കാനാവില്ല മറുപടിയാണ്. കാരണം പാർട്ടി പരിപാടിക്ക് അനുസൃതമായുള്ള വികസന രേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള മൂർത്ത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാർട്ടി നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് പിണറായിയുടെ രേഖയിലുള്ളത്. അതെങ്ങനെയാണ് വ്യതിചലനമാകുക? കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ കൃത്യമായി വായിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അതിനകത്ത് പ്രധാനമായ ചോദ്യം വരുന്നത് ഈ പറയുന്ന
സ്വകാര്യ നിക്ഷേപകർ വരുന്നത് ലാഭം ലക്ഷ്യമിട്ടാണെന്നും താങ്കളുടെയോ പിണറായി വിജയൻ്റെയോ പടം കണ്ടിട്ടല്ലെന്നും താങ്കൾ പറയുകയുണ്ടായി. വസ്തുത അതാണെന്നിരിക്കെ താങ്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സമൂഹ പോട്ടെ, ഞാൻ പറയുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അത് സമൂഹ നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കോർപ്പറേറ്റ് ശക്തികളുടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും സീതാറാം യെച്ചൂരി പറയുന്നു. അപ്പോൾ അതിനുശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്, ഇതൊരു കരടല്ല, ഇതൊരു രേഖയാണ്, ഇത് തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇനി ഇത് പ്രിൻറ്റ് ചെയ്ത് LDFൻ്റെ ഘടകകക്ഷികൾക്ക് കൊടുക്കും, കൊടുത്തതിന് ശേഷം ഞങ്ങളിത് നടപ്പാക്കും എന്ന് പറഞ്ഞു. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2 വർഷം മുമ്പ് പാർട്ടി എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ഇന്ന് ഈ ബജറ്റിൽ വന്നിരിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു ഫോർവേഡ് ലുക്കിംഗ് ബജറ്റാണിത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ബജറ്റിനോടുള്ള എൻ്റെ ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അതെൻ്റെ ഒരു നിലപാടാണ്. അതായത് പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ റവന്യൂ ചിലവിൻ്റെ 20% എന്ന് പറയുന്നത് നമ്മൾ പെൻഷൻ കൊടുക്കാനാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ 2004 കേന്ദ്ര സർക്കാർ ഈ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരുന്നത്. 2013 നമ്മളത് നടപ്പാക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ്റെ സ്വഭാവത്തിൽ എന്താണ്? 10% തൊഴിലാളി നൽകുന്നു, 10% സർക്കാർ വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റവന്യൂ ചിലവിൻ്റെ 20% നമ്മൾ പങ്കാളിത്ത പെൻഷനായി നൽകുമ്പോൾ ഇത് ഭാവിയിൽ നമ്മളുടെ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ബാധ്യതയായിട്ട് വരുന്നത് 4.2% ആയിരിക്കും. അപ്പോൾ 4.2% കുറയാന്ന് പറഞ്ഞാൽ 16% നമ്മൾ സംരക്ഷിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ബാധ്യതയാണ് ഈ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ. ഇപ്പോൾ തന്നെ നമ്മുടെ കണക്ക് പ്രകാരം എന്ന് വെച്ചാൽ പെൻഷൻ, ശമ്പളം, പലിശ 80% കണ്ടാണ് നമ്മളുടെ ചിലവെന്ന് പറയുന്നത്. 82% അപ്പോൾ അതിൽ ഈ പെൻഷനെ ഇത് ലോകത്തെവിടെയും ഇപ്പോൾ ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പങ്കാളിത്ത പെൻഷനാണ് എല്ലായിടത്തും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ എക്കോണമിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല 2039 മുതൽ 2044 വരെയുള്ള കാലഘട്ടത്തിൽ ഒറ്റ പൈസ പെൻഷൻ കൊടുക്കേണ്ടി വരത്തില്ല. കാരണം എന്താ അറിയോ, ആ സമയത്ത് വിരമിക്കലുകൾ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ 56 വയസ്സ് 60 വയസ്സായിട്ട് ഉയർത്തി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഗുണവും കൂടി കിട്ടും. അങ്ങനെ വരുമ്പോൾ 2040 ഈ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അതൊരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ലാനാണ്, നല്ല പദ്ധതിയാണ്. അതാണിപ്പോൾ പുനഃപരിശോധിക്കുന്നത് പറഞ്ഞത്. അതിനകത്ത് എനിക്ക് വ്യക്തമായി വിയോജിപ്പുണ്ട്. അതിൻ്റെ ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നത് ഈ സർവീസ് സംഘടനകളുടെ, കാരണം എന്താ അറിയാം, ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ മിനിമം പെൻഷൻ അഷ്വേർഡാണ്. ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീം 5000 രൂപ അഷ്വേർഡാണ്. അതുപോലെ വിരമിക്കുന്ന സമയത്ത് ആ മാസം വാങ്ങിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതിയാണ് പെൻഷൻ. ഇതൊന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലെ അവസാനം ഫോർമുലയുണ്ട്. ഓക്കെ. എന്തായാലും ഇതാഴത്തെ പങ്കാളിത്ത പെൻഷനാകുമ്പോൾ ആ അടയ്ക്കുന്നതിന് ആനുപാതികമായ പെൻഷനാണ് കിട്ടുന്നത് എന്നുള്ളൊരു പ്രശ്നം വരുന്നതുകൊണ്ട് സർവീസ് സംഘടനകൾ ഇതിനെ ശക്തമായി എതിർത്തിരുന്നല്ലോ. ആ എതിർപ്പിന് കൺസീഡ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ എക്കോണമിയെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് ഈ ബഡ്ജറ്റ് കാണുമ്പോഴും അത്തരത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു പദ്ധതി പിൻവലിക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ട് ഈ പുനഃപരിശോധനയിലേക്ക് പോകുന്നു. ആ പുനഃപരിശോധന യഥാർത്ഥത്തിൽ ഒരു നല്ല ലക്ഷണമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നൊരു വിലയിരുത്തലൂടെ എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുണ്ട്. Meet the editors.